ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോവാം. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്കൊരു ചെരുപ്പ് ഷൂ വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്ത് വരാമെന്ന്. അപ്പം ഞാൻ റെഡിയാണ്. എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. കുറേ ദിവസമായിട്ട് കേർലി ഹെയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഒന്ന് കേൾ മാറ്റി പിടിക്കാൻ തോന്നി. അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങിലാണ്. അപ്പോൾ അവൾക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ ഷോപ്പിംഗ് 2-3 ഞാനാണ് നടത്തിയത്. അവിടെ ചെന്ന് കണ്ടപ്പം നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റുന്ന 1-2 ഐറ്റംസൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഷോപ്പ് ചെയ്തിരുന്നു. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് വന്നു രാവിലെ. അപ്പോൾ എനിക്ക് ക്ലയൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലയൻറ്റ് കഴിയുന്നവരെ അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോയി. എന്നിട്ട് അപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവരെ കാണാൻ പോയിട്ട് അവരുടെ വുമൻസ് ഡേയുടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വരും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ റെഡിയായി നിൽക്കണം. അപ്പം ഞാനത് റെഡിയായി, ഞാൻ സെറ്റായി നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ ഹാപ്പിയായി. അപ്പോഴത്തേക്ക് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ ഇന്ന് ഒരു സ്വെറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് ഇട്ടത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പം ഹെയർ ചിലപ്പോൾ ഒന്ന് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഒരു ഒതുങ്ങി വൃത്തിയായിട്ട് നന്നായിട്ട് കിടക്കും. അല്ലാത്ത ചില സമയത്ത് എനിക്ക് എൻ്റെ കേള് ഹെയർ തന്നെയാണ് ഇഷ്ടം. രണ്ടും ഇഷ്ടമാണ്. എനിക്ക് ഏതാണ് ഇഷ്ടം, ഏതാണ് മൂഡ്, അതനുസരിച്ചായിരിക്കും ഹെയറിൽ ചേഞ്ചസ് വരുത്തുന്നത്. അപ്പോൾ ഈ ഹെയറും എനിക്കിഷ്ടമാണ്, ആ ഹെയറും എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ റെഡിയായൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഇറങ്ങി താഴോട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഷോപ്പിങ്ങിന് പോയി. എഡിറ്റിംഗ് സിംഹത്തിനോട് പറഞ്ഞു ഇപ്രാവശ്യം ഫിൽറ്റർ ഇട്ടിട്ടില്ലെന്ന്. ഞാൻ വീഡിയോ ഇടുമ്പം ചില അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട്. അവർക്കുള്ളൊരു മെസ്സേജായിരുന്നു ബിന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. കൊള്ളാവോ? പക്ഷെ ഞാനത് ഒരു പക്ഷേ എടുത്തേനെടോ. ഇങ്ങനത്തത് ഇതാ എൻ്റെ. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അത് ആ ഡ്രസ്സിനോട് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആലപ്പുഴ, കനാലുകൾ നിറഞ്ഞ ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെറിയ സ്നാക്സും ഒക്കെ തട്ടി പാട്ടും പാടി ഞങ്ങളിങ്ങി പോകുന്നു. ബൈ ബൈ, സീ യു. ഒരു കൊച്ചുരാൾ പാടി കരയുമ്പോഴും താരാട്ട് തഴുകുമ്പോഴും കനവിലൊരു കുഞ്ഞു കലിമധുരം